നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തീരക്കടലിൽ അനധികൃത മീൻപിടുത്തം നടത്തിയ 2 ബോട്ടുകൾ പിടികൂടി. ദേശീയ പുരുഷ വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പിലെ മത്സരങ്ങൾ നിയന്ത്രിക്കാൻ കഴിമ്പ്രം സ്വദേശി TN സിജിലിനെ തിരഞ്ഞെടുത്തു. പെരിങ്ങോട്ടുകര ദേവോത്സവത്തിന് സമാപനമായി. വിശദമായ വാർത്തകളിലേക്ക്. നിയമം ലംഘിച്ച് തീരത്തോട് ചേർന്ന് കണ്ണിവലുപ്പം കുറഞ്ഞ വലകൾ ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ടുകൾ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. തീരക്കടലിൽ കമ്പനിക്കടവ് പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് അനധികൃതമായി കരവലി നടത്തിയ എറണാകുളം ജില്ലയിൽ പള്ളിപ്പുറം സ്വദേശി ഓളാട്ടുപുറത്ത് വീട്ടിൽ ലൈജു എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ഗബ്രിയേൽ, എറണാകുളം ജില്ലയിൽ പള്ളിപ്പുറം സ്വദേശി പനയ്ക്കൽ വീട്ടിൽ ടോമി എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ഗമാലിയേൽ എന്നീ 2 ബോട്ടുകളാണ് മിന്നൽ കോമ്പിങ്ങിൽ പിടിച്ചെടുത്തത്. ബോട്ടിലുണ്ടായിരുന്ന മത്സ്യം മുനയ്ക്കക്കടവ് ഹാർബറിൽ പരസ്യലേലം ചെയ്ത് ലഭിച്ച തുക സർക്കാരിലേക്ക് കണ്ടുകെട്ടി. ബോട്ടുകളിൽ നിന്നും പിഴ ഈടാക്കി. കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം ലംഘിച്ച് തീരത്തോട് ചേർന്ന് രാത്രികാല കരവലി മീൻപിടുത്തം നടത്തിയതിനും കണ്ണി വലിപ്പം കുറഞ്ഞ വലകൾ ഉപയോഗിച്ചതിനും ട്രോളറുകൾക്ക് നിരോധനമുള്ള 20 മീറ്ററിൽ കുറഞ്ഞ ആഴമുള്ള ഭാഗങ്ങളിൽ മീൻപിടുത്തം നടത്തിയതിനുമാണ് പിഴ ചുമത്തിയത്. തീരക്കടലിലും അഴിമുഖങ്ങളിലും വിവിധ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ KP ഗ്രേസിയുടെയും നാട്ടിക ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജിന്റെയും നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക കോമ്പിംഗ് ഓപ്പറേഷന്റെ ഭാഗമായാണ് ബോട്ടുകൾ പിടിച്ചെടുത്തത്. കമ്പനിക്കടവിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രത്യേക സംഘത്തിൽ സബ്ന ഗോപൻ, മെക്കാനിക് മനോജ് തെടാത്തറ, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസി വിഭാഗം ഓഫീസർമാരായ VN പ്രശാന്ത് കുമാർ, VM ഷൈബു, ER ഷിനിൽകുമാർ, റെസ്ക്യൂ ഗാർഡുമാരായ കൃഷ്ണപ്രസാദ്, ശ്രേയസ്, സജീഷ്, ഡ്രൈവർ അഷ്റഫ് എന്നിവരടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘമാണ് ബോട്ടുകൾ പിടികൂടിയത്. കരവലി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരോധിച്ച മത്സ്യബന്ധന രീതിയാണ്. ഇത് ലംഘിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികളെയും ഇതര ജില്ലക്കാരെയും ഉപയോഗപ്പെടുത്തിയാണ് തീരക്കടലിൽ ഈ രീതിയിൽ മത്സ്യബന്ധനം നടത്തുന്നത്. തീരക്കടലിൽ നിന്നും കൂട്ടത്തോടെ മത്സ്യങ്ങളെ കോരിയെടുത്ത് മത്സ്യബന്ധനം നടത്തുന്ന രീതി മത്സ്യസമ്പത്ത് കുറയാനിടയാക്കുമെന്നും ഇതിലൂടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യലഭ്യത കുറയാനിടവരും. വരും ദിവസങ്ങളിൽ തീരക്കടലിലും ഹാർബറുകളിലും രാത്രിയിലും പകലും പ്രത്യേക സംഘത്തിന്റെ പരിശോധന ശക്തമാക്കുമെന്നും അനധികൃത മത്സ്യബന്ധനം നടത്തുന്ന യാനങ്ങൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സീമ അറിയിച്ചു. കഥാകൃത്തുക്കളുടെ കൂട്ടായ്മയായ ഒരു കഥ പറയാം ഗ്രൂപ്പിന്റെ സമാഗമം പരിപാടി മതിലകത്ത് നടന്നു. കഥാകൃത്ത് P. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സുരേന്ദ്രൻ മങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു. കഥാകൃത്ത് അബു ഇരിങ്ങാട്ടിരി, എഴുത്തുകാരി അജിത്രി, ഗ്രന്ഥകാരൻ രാകേഷ് നാഥ്, സുനിൽ P. മതിലകം, ഉണ്ണി അഷ്ടമിച്ചിറ എന്നിവർ സംസാരിച്ചു. ഒരു കഥ പറയാം സാഹിത്യ പുരസ്കാരം സുരേന്ദ്രൻ മങ്ങാട്ടിന് P. സുരേന്ദ്രൻ സമർപ്പിച്ചു. മിനി കഥാ മത്സര വിജയികളായ ആദർശ് P. സതീഷ്, ചന്ദിരൂർ താഹ, നിജി പെങ്കി, സിദ്ദീഖ് അമ്പലപ്പുഴ എന്നിവർക്കുള്ള പുരസ്കാരങ്ങളും അദ്ദേഹം നിർവഹിച്ചു. രാകേഷ് നാഥ് രചിച്ച കഥാപോഷിണി, പ്രവാസ ജീവിതത്തിന്റെ കാണാപ്പുറങ്ങൾ എന്നീ പുസ്തകങ്ങളും ബഷീർ ഞാറക്കാട്ടിന്റെയും ബഷീർ താഴത്തൈലിന്റെയും പുസ്തകങ്ങളുടെ കവറുകളും ചടങ്ങിൽ P. സുരേന്ദ്രൻ പ്രകാശനം ചെയ്തു. വിവിധ ജില്ലകളിൽ നിന്നുള്ള 40ഓളം കഥാകൃത്തുക്കളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ഇന്ന് വിൽപ്പനയെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. വിൽപ്പന കണക്ക് വെച്ചിട്ട് മഹത്വം നിശ്ചയിച്ചപ്പോഴാണ് ജില്ലാപ്രകാരനാണ്. യാതൊരു കാലത്തും സരോജിനിയുടെ കടുങ്കൈ എന്ന് പറയുന്ന പുസ്തകം 10,000-15,000 കോപ്പി അത് ചന്തപ്പുറത്തിലൂടെ വിറ്റുന്നു. എല്ലാവരും എഴുത്തുകാരാണെന്ന് വെളമ്പത്ത് കുടുംബ കൂട്ടായ്മയുടെ കുടുംബസംഗമം സമന്വയം എടമുട്ടത്ത് നടന്നു. രക്ഷാധികാരികളായ അശോകൻ വെളമ്പത്തും ശ്രീമതി നാരായണനും ചേർന്ന് ഭദ്രദീപം കൊളുത്തി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കൂട്ടായ്മ പ്രസിഡന്റ് പ്രവീൺ വെളമ്പത്ത് അധ്യക്ഷത വഹിച്ചു. കൂട്ടായ്മ സെക്രട്ടറി ശങ്കരൻ വെളമ്പത്ത്, മംഗളാനന്ദൻ വെളമ്പത്ത്, പ്രദീപ് വെളമ്പത്ത്, മുരളീധരൻ വെളമ്പത്ത് എന്നിവർ സംസാരിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. നമുക്ക് അമ്മയ്ക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി എല്ലാവരും അമ്മയോട്
നന്നായി പ്രാർത്ഥിച്ച് നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുവാൻ ഞാൻ വിനീതമായി നിങ്ങളെല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. എൻ്റെ സ്നേഹമായ ആശംസകൾ. ചിന്ത്രാപ്പനി കണ്ണനാംകുളം മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റം നിർവഹിച്ചത്. ജനുവരി 2-നാണ് ക്ഷേത്രത്തിലെ ഉത്സവം. രാവിലെ 9 മുതൽ 12 വരെ ഗജവീരനോട് കൂടിയ പഞ്ചാരി മേളം, രാത്രി 9-ന് പള്ളിവേട്ട എഴുന്നള്ളിപ്പ്, ജനുവരി 3-ന് രാവിലെ 8-ന് ആറാട്ടെഴുന്നള്ളിപ്പ്, തുടർന്ന് തിരുവാതിര ഊട്ട് എന്നിവയാണ് പ്രധാന പരിപാടികൾ. ചിന്ത്രാപ്പനി കണ്ണനാംകുളം മഹാദേവ ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ ഫണ്ട് സമാഹരണം നടത്തി. ആവണങ്ങാട്ട് കളരി അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. ഉപദേശക സമിതി പ്രസിഡന്റ് പുഷ്കരൻ തേവർക്കാട്ടിൽ അധ്യക്ഷനായി. സെക്രട്ടറി മുരാരി വെളമ്പത്ത്, ദേവസ്വം ഓഫീസർ T. സുരേഷ് കുമാർ, അജയ് കുമാർ പള്ളിപ്പറമ്പിൽ, പുനരുദ്ധാരണ കമ്മിറ്റി ജനറൽ കൺവീനർ രാധാകൃഷ്ണൻ തേവർക്കാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. അത്തരത്തിലുള്ള പല അശുദ്ധികളും ക്ഷേത്രാങ്കണത്തിൽ വരികയും ആ ചൈതന്യത്തിന് പല രീതിയിൽ അതിൻ്റെ ഒരു ഉടവ് തെറ്റുകയും ചെയ്യുന്ന സന്ദർഭങ്ങളില്ല. ദാരിദ്ര്യത്തിന്റെയും ഇല്ലായ്മയുടെയും നടുക്കടലിൽ ഉഴറിയിരുന്ന മത്സ്യത്തൊഴിലാളി സമൂഹത്തെ വിദ്യാഭ്യാസപരമായും സാമൂഹ്യമായും ഉയർത്തിയ കർമ്മയോഗിയാണ് റാവു ബഹദൂർ VV ഗോവിന്ദൻ എന്ന് ഹൈക്കോടതി ജസ്റ്റിസ് സ്നേഹലത അഭിപ്രായപ്പെട്ടു. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിൽ റാവു ബഹദൂർ VV ഗോവിന്ദൻ സ്മാരക സമാജത്തിന്റെ 46ാമത് സ്കോളർഷിപ്പ് വിതരണം നടത്തി സംസാരിക്കുകയായിരുന്നു അവർ. ഉദ്ഘാടന കർമ്മമോ അല്ലെങ്കിൽ മുഖ്യാതിഥിയായിട്ട് ഇരിക്കുകയോ ചെയ്യുന്ന 1-2 പരിപാടികളിൽ ഞാൻ പങ്കെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ റാവു ബഹദൂർ VV ഗോവിന്ദൻ മാസ്റ്റർ, അദ്ദേഹം വളരെ ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത് നമുക്ക് ഞാൻ സത്യം പറയാം, എനിക്ക് ഈ ബുക്ക്ലെറ്റ് കിട്ടിയപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുന്നത്, മനസ്സിലാക്കുന്നത്. അതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുതന്നെയായിരിക്കാം ഏറ്റവും വലിയ ഒരു പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മുമ്പ് അങ്ങനെ ചെയ്തിട്ടുള്ളവരെ പോലും നമുക്കറിയില്ല, ആരൊക്കെ എന്തെല്ലാം നിലകളിൽ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. PT രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, KB അനിൽകുമാർ, EG സജിമോൻ, KB സുധാംശു മോഹൻ, AV വാട്സൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീബ സതീശൻ, ഗ്രാമപഞ്ചായത്ത് അംഗം മണി ഉല്ലാസ്, ഷാജു തലാശ്ശേരി എന്നിവർ സംസാരിച്ചു. സംസ്ഥാന തലത്തിൽ ഉന്നത വിജയം നേടിയ ധീവര സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകി. കൂരിക്കുഴി മഹല്ല് ഖത്തർ കമ്മിറ്റിയുടെ പുതിയ കെട്ടിടത്തിന്റെയും ഓഫീസിന്റെയും ഉദ്ഘാടനം നടത്തി. കൂരിക്കുഴിയിൽ നടന്ന ചടങ്ങിൽ ET ടൈസൺ MLA കെട്ടിടത്തിന്റെയും കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഓഫീസിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. KMQC പ്രസിഡന്റ് TA ജമാൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സക്കരിയ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീബ സതീഷ്, കൂരിക്കുഴി മഹല്ല് പ്രസിഡന്റ് സിറാജ് സഖാഫി, KMPA കോർഡിനേറ്റർ കമ്മിറ്റീസ് TK ഉബൈദ്, പഞ്ചായത്ത് അംഗം PS ഷാഹിർ, ജാമിയ ബിസ്താനുൽ ഉലൂം പ്രസിഡന്റ് PK മുഹമ്മദ്, KKCC എക്സിക്യൂട്ടീവ് അംഗം KA ജലീൽ, KMQC സെക്രട്ടറി മൻസൂർ അബ്ദുൽ ഗഫൂർ, മുൻ സെക്രട്ടറി AK അബ്ദുൽ കരീം തുടങ്ങിയവർ സംസാരിച്ചു. അതുപോലെ തന്നെ നമ്മുടെ അവിടെ ഹോട്ടലിൽ പണിയെടുക്കുന്ന വർക്കർമാരുൾപ്പെടെ തുടങ്ങിയവരുടെ കൂടി വിയർപ്പിൻ്റെ അധ്വാനമാണ് മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന ഈ കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കെല്ലാവർക്കും ഉറപ്പുണ്ട്, ഈ ഉദ്ദേശം സതുദ്ദേശപരമായിട്ടുള്ള ഈ പ്രക്രിയ എല്ലാ അർത്ഥത്തിലും ഉള്ള വിജയത്തിലേക്ക് നയിക്കപ്പെടുമെന്ന കാര്യത്തിൽ. ഈ ബിൽഡിങ്ങും ഇതിൻ്റെ ഓഫീസ് പ്രവർത്തനമെല്ലാം വളരെ ഭംഗിയായി മുന്നോട്ട് പോകേണ്ടതാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇടവേള. കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ
പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ഡിസംബർ 24 ആരംഭിക്കുന്ന നൃത്ത സംഗീതോത്സവത്തിന് കാനാടിക്കാവ് മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ ആശീർവാദത്തോടെ തിരിതെളിയുമ്പോൾ നമ്മുടെ നാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കലാപ്രതിഭകളുടെ 9 ദിവസം നീണ്ടു നിൽക്കുന്ന മികവാർന്ന കലാ ഉപാസനകൾ മാറ്റുരയ്ക്കുന്ന ആഘോഷദിന രാത്രങ്ങൾക്ക് തുടക്കം കുറിക്കുകയായി. ഡിസംബർ 29 തീയതി വൈകിട്ട് 7 മണിക്ക് പ്രശസ്ത തെന്നിന്ത്യൻ പിന്നണി ഗായകരായ ആര്യദയാൽ, അമൃത സുരേഷ്, സിദ്ധാർത്ഥ് മേനോൻ എന്നിവർ ഒരേ വേദിയിൽ ഒന്നിക്കുന്ന ലൈവ് മ്യൂസിക് ബാൻഡ്. ഡിസംബർ 30 വൈകിട്ട് 7 മണിക്ക് ആരാധകർക്ക് ആവേശമായ, കാണികൾക്ക് ഹരമായ, ജൻസി തരംഗമായ തെന്നിന്ത്യൻ മ്യൂസിക് ബാൻഡ് മസാല കോഫി അവതരിപ്പിക്കുന്ന ലൈവ് മ്യൂസിക് കൺസേർട്ട് കാനാടിക്കാവ് മൈതാനിയിൽ ഡിസംബർ 30 വൈകിട്ട് 7 മണിക്ക്. ജനുവരി 2 വെള്ളിയാഴ്ച രാവിലെ 8 തൃപ്രയാർ തേവരുടെ സന്നിധിയിൽ പൂജിച്ച തിരുവാഭരണങ്ങൾ, അഭിഷേക കാവടി, തെയ്യം, തിറ, ചിന്തുപാട്ട്, ശിങ്കാരിമേളം എന്നീ ദൃശ്യവാദ്യ കലാരൂപങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി 10 മണിയോടെ കാനാടിക്കാവിൽ എത്തിച്ചേരുകയും തുടർന്ന് അഭിഷേകവും കാനാടിക്കാവിന്റെ തിരുമുറ്റത്ത് പ്രസ്തുത വാദ്യ കലാരൂപങ്ങളോടെ കാവടിയാട്ടവും അരങ്ങേറും. ജനുവരി 2 വെള്ളിയാഴ്ച രാത്രി ഭഗവാൻ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ 1-ാം ദിവസത്തെ പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് തിമിലയിൽ താളവിസ്മയം തീർക്കുന്ന തിരുവമ്പാടി മഠത്തിൽ വരവ് മേളത്തിന് നെടുംനായകത്വം വഹിക്കുന്ന മേളപ്രമാണി കോങ്ങാട് മധുവിന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം അകമ്പടി സേവിക്കുന്നു. കൂടെ തിറയാട്ടവും ശിങ്കാരിക്കാവടിയും ശിങ്കാരിമേളവും. തിറവെള്ളാട്ട് ദിവസമായ ജനുവരി 3 ശനിയാഴ്ച വൈകിട്ട് 8 മണിക്ക് വിഷ്ണുമായ സ്വാമിയുടെ പ്രൗഢഗംഭീരമായ പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് അകമ്പടിയായി 100-ൽ പരം വാദ്യ കലാകാരന്മാരെ അണിനിരത്തി കാനാടിക്കാവിന്റെ തിരുമുറ്റത്ത് പഞ്ചാരിമേളത്തിന്റെ വിസ്മയ കാഴ്ചയൊരുക്കുവാൻ നമ്മുടെ പ്രിയ സിനിമാ താരം പത്മശ്രീ ജയറാം എത്തുന്നു. എഴുന്നള്ളിപ്പിന് അകമ്പടിയായി തിറയാട്ടവും മറ്റു ദൃശ്യവാദ്യ കലാരൂപങ്ങളും അരങ്ങേറുന്നു. ജനുവരി 4 ഞായറാഴ്ച രാവിലെ 10 മുതൽ തിറവെള്ളാട്ട് മഹോത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ അതിപ്രധാനമായ രൂപക്കളം തൊഴൽ മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു. ഈ ധന്യമായ ഭക്തിസാന്ദ്രമായ ചടങ്ങുകളിൽ പങ്കെടുത്ത് ഭഗവാൻ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം നേടുന്നതിന് പെരിങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു. ഒരു നിമിഷം, വർദ്ധിച്ചു വരുന്ന ഈ വൈദ്യുതി ബിൽ നിങ്ങളുടെ സമാധാനം എല്ലാ മാസവും ഇല്ലാതാക്കുകയാണോ? ഇനി വൈദ്യുതി ബില്ലിനെ ഭയക്കേണ്ട. ദിവസം വെറും 85 രൂപ മുടക്കിയാൽ നിങ്ങൾക്കും ടാറ്റയുടെ സോളാർ സ്വന്തമാക്കാം. അതും വെറും 6% പലിശയിൽ ലോൺ സൗകര്യവും. നിങ്ങളുടെ സ്വന്തം വീട്ടിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും ഗാർഹിക ഉപകരണങ്ങൾക്ക് പുറമെ നിങ്ങളുടെ ഇലക്ട്രിക് വാഹനം സൗജന്യമായി ചാർജ് ചെയ്യാനും സാധിക്കും. ഇന്ത്യയുടെ നമ്പർ 1 ബ്രാൻഡായ ടാറ്റ പവർ സോളാറിലൂടെ സർക്കാരിന്റെ PM സൂര്യഘർ യോജന വഴി നിങ്ങൾക്ക് 78,000 രൂപ വരെ സബ്സിഡി നേടാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ കിട്ടുന്ന 78,000 രൂപ കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം 2 വർഷം വരെയുള്ള EMI അടച്ചു തീർക്കാം. അതായത് ആദ്യത്തെ 2 വർഷം നിങ്ങൾക്ക് കാര്യമായ സാമ്പത്തിക ബാധ്യതയില്ല. അതിനു പുറമെ ടെക്കറ്റ് ടാറ്റ നിങ്ങൾക്കായി നൽകുന്നു 15,000 രൂപയുടെ സ്പെഷ്യൽ ഡിസ്കൗണ്ടും. പക്ഷേ ഒന്നോർക്കുക, 15,000 രൂപയുടെ ഈ ഡിസ്കൗണ്ട് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം. ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ഉയർന്ന ബില്ലുകൾക്ക് വിട പറയൂ. ബുക്കിംഗിന് വേണ്ടി ഇപ്പോൾ തന്നെ ടെക്കറ്റ് ടാറ്റയെ വിളിക്കൂ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. ഉത്തർപ്രദേശിലെ വാരാണസിയിൽ ജനുവരി 4 മുതൽ 11 വരെ നടക്കുന്ന ദേശീയ പുരുഷ വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പിലെ മത്സരങ്ങൾ നിയന്ത്രിക്കാൻ കേരളത്തിൽ നിന്നും കഴമ്പ്രം സ്വദേശി TN സിജിലിനെ തിരഞ്ഞെടുത്തു. നിരവധി ഇന്ത്യൻ താരങ്ങൾ പങ്കെടുക്കുന്ന ദേശീയ വോളിബോൾ മത്സരത്തിൽ വിസിൽ മുഴക്കാൻ അവസരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ദേശീയ റഫറി കൂടിയായ TN സിജിൽ.
കഴിമ്പ്രം ശ്രീനാരായണ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൽ നിന്നും വോളിബോൾ കളിച്ചു തുടങ്ങിയ സിജിൽ സംസ്ഥാന ജൂനിയർ ടീമിലും സ്കൂൾ ടീമിലും വോളിബോൾ താരമായിരുന്നു. കായിക അധ്യാപക പഠന സമയത്താണ് വോളിബോൾ റഫറിയുടെ വേഷമണിയാൻ തുടങ്ങിയത്. 2010-ൽ അഖിലേന്ത്യാ റഫറി ടെസ്റ്റിൽ മികച്ച വിജയം നേടിയതിനു ശേഷം നിരവധി അഖിലേന്ത്യാ മത്സരങ്ങൾ നിയന്ത്രിച്ചിട്ടുണ്ട്. വോളിബോൾ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. സ്കൂളിൽ പഠന സമയത്ത് വോളിബോൾ കളിക്കാനായിരുന്നു ആഗ്രഹം. കായിക വിദ്യാഭ്യാസ പഠന സമയത്താണ് ഒഫീഷ്യേറ്റിങ്ങിൽ താല്പര്യം ലഭിച്ചത്. ഒഫീഷ്യേറ്റിംഗ് വളരെയധികം താല്പര്യമുണ്ട് ചെയ്യാൻ. 2010-ലാണ് അഖിലേന്ത്യാ വോളിബോൾ റഫറി ടെസ്റ്റിൽ മികച്ച വിജയം നേടാൻ സാധിച്ചു. അതിനെ തുടർന്ന് നിരവധി അഖിലേന്ത്യാ വോളിബോൾ മത്സരങ്ങൾ വിസിൽ ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. രണ്ടാം തവണയാണ് ദേശീയ സീനിയർ വോളിബോൾ മത്സരങ്ങൾ നിയന്ത്രിക്കാൻ അവസരം ലഭിക്കുന്നത്. ചന്ദ്രാപ്പനി ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക അധ്യാപകനായ ഇദ്ദേഹം കേരള സ്കൂൾ ടീമിന്റെ പരിശീലകനായും 5 തവണ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തിട്ടുണ്ട്. മുൻ വനിതാ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വോളി ടീമിന്റെ ക്യാപ്റ്റനായിരുന്ന MP നിഷയാണ് ഭാര്യ. മകൾ TS കൃഷ്ണനന്ദ ജില്ലാ സ്കൂൾ ടീമിലും സബ് ജൂനിയർ ടീമിലും ഇപ്പോൾ കളിക്കുന്നുണ്ട്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കയ്പമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭാരവാഹികളെ ആദരിച്ചു. കയ്പമംഗലം വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് P. പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് VR. ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് KK സക്കരിയ, പഞ്ചായത്ത് അംഗങ്ങളായ സുരേഷ് കൊച്ചുവീട്ടിൽ, രശ്മി ശ്രീജിത്ത് തുടങ്ങിയവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. വ്യാപാരി വ്യവസായി ജില്ലാ കൌൺസിൽ അംഗം PK റാസിഖ്, മുൻ വാർഡ് മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന CJ പോൾസൺ, KP റജി, PV ഇബ്രാഹിം, PS സിദ്ദീഖ്, KN സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ഒന്ന് ഉൾക്കൊണ്ടിട്ടുണ്ട്. കാരണം ഹരിതകർമ്മസേനയാണ് ഏറ്റവും ആദ്യം വന്ന പ്രശ്നം. ഞങ്ങൾ എന്തായാലും ഒന്ന് ആലോചിച്ച് ഒരു തീരുമാനം എന്താക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണവും വ്യാപാരി വ്യവസായിയുടെ എല്ലാ ഭാഗങ്ങളിലും കാരണം നമുക്കറിയാം ഞങ്ങളോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. ആല, ചേറ്റുവ, മണപ്പുറം, കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ബീച്ച് ഫെസ്റ്റിന്റെ 5ാം ദിവസമായ ഞായറാഴ്ച രാത്രി ഓട്ടൻതുള്ളൽ, തുടർന്ന് വള്ളുവനാട് കൃഷ്ണ കലാനിലയം അവതരിപ്പിച്ച ഞാറ്റുപാട്ട് ഫോക്ക് മെഗാ ഷോയും ഉണ്ടായിരുന്നു. നിരവധി പേരാണ് ആസ്വദിക്കുവാനായി കഴിമ്പ്രം ബീച്ചിൽ എത്തിയത്. ജനറൽ കൺവീനർ ശ്രേയസ് രാമചന്ദ്രൻ, വാർഡ് മെമ്പർ PS ഷജിത്ത്, PS നിമോദ്, NK ഭീതിഹരൻ, ബ്ലോക്ക് മെമ്പർ താരാബാബു എന്നിവർ നേതൃത്വം നൽകി.
കളരിക്കുറുപ്പ് കളരിപ്പണിക്കർ സംഘം വാർഷിക യോഗവും കുടുംബ സംഗമവും മാതൃഭൂമി മുൻ ചീഫ് ന്യൂസ് എഡിറ്റർ MP സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അത് പണിക്കർ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ബഹുമതിയായിട്ടും ചുമതലയായിട്ടും പിന്നെ അതേപോലെ തന്നെ അതൊരു സാമുദായിക ബഹുമതിയായിട്ടും ഒക്കെ മാറുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ 2 പണിക്കർമാരും തന്നെയുണ്ട്. ഞാൻ ആലോചിച്ചു ഈ AICCയുടെ പണ്ട് സെക്രട്ടറി ആയിട്ടുള്ള വാസ്തവ പണിക്കരോട് ഞാനത് ചോദിക്കേണ്ടായി. ഞങ്ങളുടെ മധ്യ കേരളത്തിലുള്ള ഇവിടുത്തെ ഏറ്റവും പ്രബലമായ എന്ന് ഞാൻ പറയുന്നത് ആളുകളുടെ എണ്ണം കൊണ്ടല്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. പ്രബലമായ എന്ന് പറയുന്നത് അത് അറിവിൻ്റെയും അത് നൽകുന്നതിൻ്റെയും അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ ഒരുപാട് പേര് ലയൺസ് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് സുരാജ് പണിക്കർ അധ്യക്ഷത വഹിച്ചു. ഘളൂരിക പുരസ്കാരം ഡോക്ടർ K ശശിധരന് ആവണങ്ങാട്ട് കളരി അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ സമ്മാനിച്ചു. സിനിമാ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം മുഖ്യാതിഥിയായി. സമുദായ അംഗങ്ങളെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. ശ്രീകുമാർ S കുറുപ്പ്, EP വേണുഗോപാലൻ, പ്രമോദ് കുമാർ പണിക്കർ, ദേവി പ്രസാദ് പണിക്കർ, ബാലസുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. ഉപവി ചാരിറ്റബിൾ ട്രസ്റ്റ് നാട്ടികയുടെ 2ാം വാർഷികാഘോഷം ജീവകാരുണ്യ പ്രവർത്തകയും സോഷ്യൽ ആക്ടിവിസ്റ്റുമായ നർഗീസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. ഉപവി ചാരിറ്റബിൾ ട്രസ്റ്റ് കോർഡിനേറ്റർ താജുദ്ദീൻ കാവുങ്ങൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഉപവി ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് സാദിഖ് അസീസ് സ്വാഗതം പറഞ്ഞു. തളിക്കുളം ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ PI സജിത, തൃപ്രയാർ ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അമൽ T പ്രേമൻ, ലയൺസ് ക്ലബ്ബ് തൃപ്രയാർ ടെമ്പിൾ സിറ്റി പ്രസിഡന്റ് RA സക്കറിയ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 15ാം വാർഡ് മെമ്പർ KK സന്തോഷ്, 1ാം വാർഡ് മെമ്പർ സനി രാജു, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ രശ്മി ഷിജോ, 1ാം വാർഡ് മെമ്പർ ജിഷ സജീഷ്, 21ാം വാർഡ് മെമ്പർ ഫെമിത സിറാജ്, GFHSS നാട്ടികയിലെ പ്രധാന അധ്യാപിക ഷൈനി PV, PTA പ്രസിഡന്റ് UK ഗോപാലൻ, ഉപവി ചാരിറ്റബിൾ ട്രസ്റ്റ് വനിതാ വിംഗ് പ്രസിഡന്റ് ഐഷ B അബ്ദുൾ ജബ്ബാർ, യൂത്ത് വിംഗ് പ്രസിഡന്റ് ഫാത്തിമത്തു സഅദില, ഉപവി ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി പട്ടാട്ട് നൌഷാദ് എന്നിവർ സംസാരിച്ചു. 43 വർഷത്തെ നിസ്വാർത്ഥ സേവനം യാക്കൂബ് മൗലവി, ജീവകാരുണ്യ പ്രവർത്തകരായ റാഫ് ചേറ്റുവ, അസീസ് തളിക്കുളം, ഡോക്ടർ ശ്രേയസ്, UK ജനറൽ ഫിസിഷ്യൻ, സംസ്ഥാന ഗെയിംസിൽ തായ്ക്വോണ്ട വെങ്കല മെഡൽ നേടിയ അദ്യുക രാജ് P, സംസ്ഥാന കായികമേളയിൽ ലോങ് ജമ്പ് വെങ്കല മെഡൽ നേടിയ അശ്വതി VM, +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അർഷിദ അക്ബർ, ഫാത്തിമ ഫാറൂസി, ഫസ്റ്റ് ഡാൻ ബ്ലാക്ക് ബെൽറ്റ് നേടിയ ഫാത്തിമ നസ്രി എന്നിവർക്ക് ഉപവി ചാരിറ്റബിൾ ട്രസ്റ്റ് സ്നേഹാദരവ് നൽകി. സന്തുഷ്ട കുടുംബം എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ ഫർഹ നൌഷാദ്, കുട്ടികളുടെ സ്വഭാവ പഠന പ്രശ്നങ്ങളിൽ രക്ഷിതാക്കളുടെ പങ്ക് എന്ന വിഷയത്തിൽ രതി മേച്ചേരി, വ്യായാമത്തിന്റെ പ്രാധാന്യം, വിശ്രമത്തിന്റെ പ്രാധാന്യം, പോഷകാഹാരത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ ഷഹന PS, ഇഷ്ടമുള്ള ഭക്ഷണം ആവശ്യത്തിന് കഴിച്ചുകൊണ്ട് രോഗാവസ്ഥ തരണം ചെയ്യാനും രോഗം വരാതിരിക്കാനും ഡോക്ടർ RM സുവർണ എന്നിവരുടെ ക്ലാസുകളും നടന്നു. നമ്മൾ ഇത്തരത്തിലുള്ള ചാരിറ്റികൾ ചെയ്യുമ്പോഴും അതിനപ്പുറം സമൂഹത്തിൽ ഒരുപാട് നന്മയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും അത്തരത്തിൽ മുന്നോട്ട് വരേണ്ടതായി സ്കൂളുകളിൽ നിന്ന് വളർത്തിയെടുക്കുന്ന 50 വിദ്യാർത്ഥികൾ അപ്പുറത്തെ തൊട്ടടുത്ത ബിൽഡിങ്ങിൽ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവരെ കൂടി ഇതോടൊപ്പം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ 2ാമത്തെ പരിപാടി എന്ന് പറയുമ്പോൾ ഉപവി എന്ന് പറയുന്ന ഒരു ട്രസ്റ്റിൻ്റെ, ഉപവി എന്ന പേരിൻ്റെ അർത്ഥം സത്യത്തിൽ എനിക്ക് മനസ്സിലായിരുന്നില്ല. ഒരു വ്യത്യസ്തമായിട്ടുള്ള കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് നൃത്ത സംഗീതോത്സവത്തിന്റെ 6ാം ദിവസമായ തിങ്കളാഴ്ച സഹോദയ കലോത്സവം സ്റ്റേറ്റ് വിന്നർ മഹിമ പ്രകാശ് ഏങ്ങണ്ടിയൂർ അവതരിപ്പിച്ച ഭരതനാട്യം മികവുറ്റതായി. നടരാജ മണലൂരിന്റെ നൃത്താർച്ചന, ഭൂമി ബിനോയ് മോഹിനിയാട്ടം, കൃഷ്ണാഞ്ജലി രാജൻ കേരള നടനം, തപസ്യ ജിത്ത് മോഹിനിയാട്ടം, ഷെസ പർവിൻ ഭരതനാട്യം എന്നിവ അവതരിപ്പിച്ചു. നാട്യദർപ്പണ തിരുവനന്തപുരം, ശിവശക്തി പൊന്നാനി എന്നിവരുടെ നൃത്താർച്ചന, ശിവപാർവതി കൈകുട്ടിക്കളി സംഘം കിഴുപ്പുള്ളിക്കര അവതരിപ്പിച്ച വീരനാട്യം എന്നിവ അരങ്ങേറി. തുടർന്ന് പ്രീതി പാലക്കാട് അവതരിപ്പിച്ച ഭരതനാട്യം നൃത്താർച്ചന നടന്നു. മാനസിയ മലപ്പുറം, ശിവശക്തി എടപ്പാൾ എന്നിവരുടെ സെമി ക്ലാസിക്കൽ ഡാൻസും അരങ്ങേറി.
വീണ്ടും ഇടവേള. ഈ ക്രിസ്മസ് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഒരു ചെറിയ സർപ്രൈസ് കൊടുത്താലോ? പ്രിയപ്പെട്ടവർക്ക് ഒരു ലെറ്റർ എഴുതൽ മുതൽ ഷോപ്പിംഗ്, ഡൈനിങ്, ഫുൾ ഓഫ് എന്റർടൈൻമെന്റ്. ഈ വരുന്ന ഡിസംബർ 31 വരെ തൃശ്ശൂരിലെ ഏറ്റവും വലിയ ക്രിസ്മസ് സെലിബ്രേഷൻ ഇവിടെയാണ്. നമ്മുടെ സ്വന്തം വൈമാൾ, ദ ജോയ്ഫുൾ വൈമസ്. മനസ്സ് തുറന്ന് പാടാൻ കരോൾ, ഓപ്പൺ മൈക്കും, സോൾഫുൾ ക്രിസ്മസ് സ്ക്വയറും, പിന്നെ ഡാൻസ് വിത്ത് സാന്റ, ഓർഗാമി വർക്ക്ഷോപ്പ്, ബാൻഡ് പെർഫോമൻസ്, ഫ്യൂഷൻ പെർഫോമൻസ്, കുട്ടി സാന്റ, കേക്ക് ബേക്കിംഗ്, ഡാൻസിംഗ് ഡോൾ, ബലൂൺ ആർട്ട്, ദ awaited വൈമാൾ 7th ആനിവേഴ്സറി സെലിബ്രേഷൻ ആൻഡ് ദ ന്യൂ ഇയർ DJ പാർട്ടി. സോ ഈ വെക്കേഷൻ ഇനി എവിടെ പോകുമെന്നുള്ള കൺഫ്യൂഷൻ ആണെങ്കിൽ ഇനി ഒന്നും നോക്കാനില്ല. എല്ലാ ദിവസവും ഓരോ എക്സൈറ്റിംഗ് ഈവന്റ്സുമായി വൈമാൾ ഈ ക്രിസ്മസ് അങ്ങ് എടുക്കുക. അപ്പൊ എങ്ങനെയാ ഈ ക്രിസ്മസ് ജോയ്ഫുൾ ആക്കില്ലേ വൈമാളിന്റെ ജോയ്ഫുൾ വൈമസിനൊപ്പം? മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വീണ്ടും വാർത്തകളിലേക്ക്. വലപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് സംരക്ഷണ ജാഥയും ധർണയും നടത്തി. വലപ്പാട് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ മണ്ഡലം പ്രസിഡന്റ് PS സന്തോഷ് മാസ്റ്ററുടെ അധ്യക്ഷതയിൽ നടത്തിയ ധർണ DCC ജനറൽ സെക്രട്ടറി K ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ബ്ലോക്ക് ഭാരവാഹികളായ CR അറുമുഖൻ, ശിബ പ്രദീപ്, CV വികാസ് ബാബു കുന്നുങ്ങൽ, അനിത ത്രിദീപ് കുമാർ, പ്രവീൺ രവീന്ദ്രൻ, ഇസ്മയിൽ അറയ്ക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷാമില സലീം, പഞ്ചായത്ത് മെമ്പർമാരായ സുമേഷ് പാനാട്ടിൽ, ഉഷ ബാബു, ഷഹർബാൻ PA, ഡേവിസ് വാഴപ്പള്ളി, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മേജി തോമസ്, രമേശ് പള്ളത്ത്, ഷിബു നെടിയിരിപ്പിൽ, MA സലീം, തോമസ് EP തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിവർഷം 100 ദിനം തൊഴിൽ ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ കാതൽ. ഒന്ന്, ഈ പദ്ധതി അതിൻ്റെ ഒരു സാമൂഹികമായ മുന്നേറ്റത്തെ നമുക്ക് കാണാതിരിക്കാൻ നിവൃത്തിയില്ല. 2005 വരെ നമ്മുടെ രാജ്യത്തിന്റെ ഗ്രാമീണ മേഖലയിലെ സ്ത്രീ സമൂഹം എന്ന് പറയുന്നത്, അവർക്ക് ബാങ്കുകൾ എന്ന് പറയുന്നത് അന്യമായിരുന്നു. സ്വന്തമായ ഒരു അക്കൗണ്ട് പോലുമില്ലാത്ത 10,000 വരുന്ന നമ്മുടെ സഹോദരിമാർക്ക് 2005 ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിച്ചതോടുകൂടി വാണിജ്യ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ബാങ്കുകളിൽ 0 ബാലൻസ് അക്കൗണ്ടുകൾ ആരംഭിക്കാനും ആ അക്കൗണ്ടുകളിലേക്ക് പണം എത്തുവാനും കാരണമായി. കേന്ദ്ര സർക്കാർ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതിലും പദ്ധതിയിൽ നിന്നും ഗാന്ധിജിയുടെ പേര് ഒഴിവാക്കിയതിലും പ്രതിഷേധിച്ച് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി നാട്ടിക പോസ്റ്റ് ഓഫീസിന് മുൻപിൽ നടത്തിയ പ്രതിഷേധ ധർണ DCC സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ മഹത് പദ്ധതിയാണ്, രാജ്യത്തിന്റെ മാതൃകാ പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ലോകം തന്നെ വലിയ അത്ഭുതത്തോടും അതിശയത്തോടും നോക്കിക്കാണുകയും വിലയിരുത്തുകയും ചർച്ച ചെയ്യുകയും ചെയ്ത ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തൊഴിൽദായക പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ്.
ഈ പദ്ധതി രാജ്യത്ത് ആവിഷ്കരിക്കുമ്പോൾ മിനിമം കൂലി ഉറപ്പുവരുത്തുന്ന നിയമം നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ പദ്ധതി രാജ്യത്ത് നടപ്പിലാക്കുമ്പോൾ മിനിമം ജോലി ഉറപ്പുവരുത്തുന്ന വ്യവസ്ഥ നിയമത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. കൂലി തന്നെ പലപ്പോഴും വൈകിപ്പോകുമ്പോൾ മാസവും 40, 50, 60 ദിവസമൊക്കെ കടന്നു പോകുമ്പോൾ ഇന്ത്യയുടെ പാർലമെന്റിൽ പാസാക്കിയ നിയമം 14 ദിവസത്തിനുള്ളിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി അത് കൊടുക്കണം എന്നാണ്. എന്തെങ്കിലും കാരണവശാൽ കൂലി കൊടുക്കാതെ വരുന്ന സാഹചര്യം സന്ദർഭം ഉണ്ടാകുമ്പോൾ 14 ദിവസം കഴിഞ്ഞാൽ അതിന് ഫൈൻ, ആ ഫൈൻ അടക്കം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൊടുക്കണമെന്ന നിയമമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്ത് ഇന്ത്യയുടെ പാർലമെന്റിൽ രാജ്യസഭയിൽ പാസാക്കിയെടുത്തത്. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി VR വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് P വിനു, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ AN സിദ്ധപ്രസാദ്, CS മണികണ്ഠൻ, PC മണികണ്ഠൻ, PK നന്ദനൻ, PSP നസീർ, ബിന്ദു പ്രദീപ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷോല മഹേഷ്, നാട്ടിക ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ നിഷ ഉണ്ണികൃഷ്ണൻ, സിന്ധു സിദ്ധപ്രസാദ്, സീന ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തളിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC ത്രിദിന ക്രിസ്തുമസ് ക്യാമ്പിന് തുടക്കം കുറിച്ചു. ഉദ്ഘാടനം തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ അജയ് കുമാർ നിർവഹിച്ചു. PTA പ്രസിഡന്റ് സജീഷ് MS അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ബാബു വല്ലത്ത് വിശിഷ്ടാതിഥിയായിരുന്നു. വാടാനപ്പള്ളി സബ് ഇൻസ്പെക്ടർ വിനീത് V, സ്മൃതി, സുരേഖ്, പ്രധാനാധ്യാപിക അബ്സദ്, CPO ജാസ്മിൻ എന്നിവർ സംസാരിച്ചു. ജോലിയിൽ കയറിയതിനു ശേഷം ആദ്യത്തെ ഒരു ചടങ്ങാണ് കുട്ടികളായിട്ടുള്ള ഒരു ചടങ്ങ്. എന്നെ സംബന്ധിച്ച് ഞാനൊരു അധ്യാപികയാണ്. പഠിപ്പിക്കാൻ ആദ്യകാലങ്ങളൊക്കെ പോയിട്ടുണ്ട്. പിന്നെ കുറച്ച് വീട്ടില് അമ്മ വയ്യാണ്ടും കുട്ടികൾ ചെറുതായതിൻ്റെ പേരിലൊക്കെ പഠന മേഖലയിൽ നിന്ന് പഠിപ്പിക്കുന്ന ആ മേഖലയിൽ നിന്ന് കുറച്ചായിട്ട് മാറി നിന്നു. അപ്പം എൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ നിങ്ങളെ പോലുള്ള കുട്ടികളെ കാത്തിരുത്ത് ആരെയൊക്കെ പഠിപ്പിച്ച് അങ്ങനെ അങ്ങോട്ട് പോകാന്നുള്ളതായിരുന്നു. എനിക്കിഷ്ടമുള്ള കാര്യമാണ് മക്കളെ കാണുക. നിങ്ങളെ പോലുള്ള കുട്ടികളെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇത്തരം സംവിധാനങ്ങളൊന്നുമില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കള് വഴിതെറ്റി പോകാൻ ഒരുപാട് സാധ്യതയുള്ള ചുറ്റുപാടുകളുള്ള അതിലാണ് നമ്മളെല്ലാം ജീവിച്ചു പോകുന്നത്. അപ്പം അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനും കൂടുതൽ ആക്റ്റീവായിട്ട് വേണ്ട കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാനും പഠനമായാലും സാമൂഹിക മേഖലയിലായാലും നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തരം സംവിധാനങ്ങൾ നിങ്ങളെ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിൽ നിന്നും രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് പെരിങ്ങോട്ടുകര ഷെഡ് പരിസരത്ത് നിന്നും പെരിങ്ങോട്ടുകര 3 കൂടിയ സെന്ററിലേക്കുള്ള പോസ്റ്റ് ഓഫീസിലേക്ക് താന്നി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആൻഡ്രൂ തുറയൻ, KN വേണുഗോപാൽ, ജോസഫ് TC എന്നിവർ സംസാരിച്ചു. ഈ പദ്ധതി ഇന്ത്യയുടെ പാർലമെന്റിൽ രാജ്യസഭയിൽ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അവതരിപ്പിക്കുകയും ആ ബില്ല് പാസാക്കുകയും നിയമമാകുകയും ചെയ്തു. 100 ദിവസത്തെ മിനിമം തൊഴിൽ ആ പദ്ധതിയിൽ ഗ്യാരണ്ടി നൽകുന്നുണ്ട്. മിനിമം കൂലി ആ പദ്ധതിയിൽ ഗ്യാരണ്ടി നൽകുന്നു. എന്നാൽ ആ പദ്ധതിയുടെ നിയമവും ചട്ടവും പാർലമെന്റ് പാസാക്കിയ ബില്ലുമെല്ലാം അട്ടിമറിക്കുന്ന തരത്തിലേക്കാണ് ഈ പദ്ധതിയെ മോദി ഗവൺമെന്റ് മാറ്റിയെടുക്കാൻ, ഈ പദ്ധതിയെ ഇല്ലാതാക്കാൻ, അട്ടിമറിക്കാൻ പരിശ്രമിക്കുന്നത്. വാടാനപ്പള്ളി ബീച്ച് ശ്രീ വേദവ്യാസ ക്ഷേമ സഭയുടെ ആഭിമുഖ്യത്തിൽ വാടാനപ്പള്ളി മാ കെയർ ഡയഗ്നോസ്റ്റിക്സിന്റെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ശ്രീ വേദവ്യാസ ക്ഷേമ സഭ ഓഫീസിൽ നടത്തിയ ക്യാമ്പിന് സഭ പ്രസിഡന്റ് ബാലൻ ഇത്തിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി IK സുദർശൻ, രക്ഷാധികാരി ID ജയൻ എന്നിവർ സംസാരിച്ചു. സൗജന്യ ബ്ലഡ് പ്രഷർ, ഷുഗർ, കാഴ്ച പരിശോധന എന്നിവയായിരുന്നു സേവനങ്ങൾ. ക്യാമ്പിന് 200ഓളം പേർ പങ്കെടുത്തു. ഉന്നതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സഭയായിട്ട് ശ്രീ വേദവ്യാസ ക്ഷേമസഭയെ ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ എല്ലാ കുടുംബ കൂട്ടായ്മയും ഒത്തൊരുമിച്ച് നിൽക്കാൻ പറ്റിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ നടത്തിയ മെഡിക്കൽ ക്യാമ്പ് നല്ല വിജയമായിരുന്നു. ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു. ഈ തീരദേശ മേഖലയിൽ ഏറ്റവും നല്ല രീതിയിൽ ഒരു ഉപകാരപ്രദമായ ഒരു ക്യാമ്പ്, മെഡിക്കൽ ക്യാമ്പ്, പല ടെസ്റ്റുകളും ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റി നമുക്ക്.
കാഞ്ഞാണി വാലപ്പറമ്പിൽ ശ്രീ ഹനുമാൻ സേവാ മഠപതി ക്ഷേത്രത്തിലെ 10ാം ഉദയ മഹോത്സവം ഭക്തി നിർഭരമായി. ഞായറാഴ്ച രാവിലെ ദൈവത്തിന്റെ കളം, ഉച്ചയ്ക്ക് ഉണ്ണിമുത്തപ്പന്റെ കളം, വൈകിട്ട് ഭജന, വലിയ മുത്തപ്പന്റെ കളം, തുടർന്ന് ഹനുമാൻ സ്വാമിക്ക് മഹാനിവേദ്യം എന്നിവ നടത്തി. തിങ്കളാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ, ഉച്ചയ്ക്ക് ചെറിയ മുത്തപ്പന്റെ കളം, വൈകിട്ട് കരിങ്കുട്ടിക്കും ഭദ്രകാളിക്കും കളം, ഭജന, തുടർന്ന് മൂക്കൻ ചാത്തൻ സ്വാമിയുടെ രൂപക്കളം, മഹാനിവേദ്യം, ആഴിയിൽ നൃത്തം എന്നിവയും ഉണ്ടായിരുന്നു. വാഴക്കുളം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മണ്ഡലപൂജ നടന്നു. ക്ഷേത്രം മേൽശാന്തി ടി.കെ. സൂദൻ ശാന്തി, രാജു ശാന്തി, സുകേഷ് ശാന്തി എന്നിവരുടെ നേതൃത്വത്തിൽ മണ്ഡലപൂജാ ചടങ്ങുകൾ നടന്നു. അയ്യപ്പസ്വാമിക്ക് പ്രത്യേക പൂജകളും നിവേദ്യങ്ങൾക്കും ശേഷം സ്വാമിയെ ഹരിവരാസനം പാടി നട അടച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പ്രസാദ് വാഴക്കുളത്ത്, സെക്രട്ടറി A.N. സിദ്ധ പ്രസാദ്, ട്രഷറർ ശ്രീരാമൻ കുണ്ടായി, ഷാജി പുളിക്കൽ, രാമചന്ദ്രൻ വാലിപ്പറമ്പിൽ, മനോഹരൻ പാണപ്പറമ്പിൽ, സൗദാമിനി ടീച്ചർ, സുകുമാരി മോഹനൻ, പ്രേമ ശശിധരൻ, ഗിരിജ പ്രസാദ്, സജി ഷാജി, ലക്ഷ്മി തിലകൻ എന്നിവർ നേതൃത്വം നൽകി. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ ദേവസ്ഥാനോത്സവത്തിന് സമാപനമായി. തിരവെള്ളാട്ട് മഹാരൂപക്കള മഹോത്സവത്തോടനുബന്ധിച്ച് കളമെഴുത്തും പാട്ടും കളമൊഴിക്കലും നടന്നു. രാവിലെ സംഗീത മണ്ഡപത്തിൽ പഞ്ചരത്ന കീർത്തനാലാപനത്തിൽ കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള നിരവധി സംഗീതജ്ഞർ പങ്കെടുത്തു. ഭഗവാന്റെ തിരുവാറാട്ടിന് സർവാലങ്കാര ഭൂഷിതനായി എഴുന്നള്ളിച്ച് കൽപ്പതീർത്ഥകുളത്തിൽ ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണി ദാമോദര സ്വാമികളുടെ കാർമ്മികത്വത്തിൽ മഞ്ഞൾ, ചന്ദനം, ഭസ്മം മുതലായവ അഭിഷേകം ചെയ്ത് ഭഗവാന് ആറാട്ടും നടന്നു. ഗരുഡ സന്നിധിയിൽ നടന്ന തീച്ചാട്ടത്തിന് ശേഷം പഞ്ചവാദ്യം, നാഗസ്വരം, വാദ്യവൃന്ദങ്ങളോടെ തിരിച്ചെഴുന്നള്ളിച്ച് കൊടിയിറക്കുകയും ഭഗവാന് കൊടിക്കൽ പറ നൽകുകയും ചെയ്തു.
ചാവക്കാട് താലൂക്ക് ദേശീയ ചെത്ത് തൊഴിലാളി യൂണിയൻ INTUC കൺവെൻഷൻ നടന്നു. വാടാനപ്പള്ളി റേഞ്ചിലെ ചെത്ത് മദ്യ വ്യവസായ തൊഴിലാളികളുടെ കൂലി വെട്ടിക്കുറച്ച് കള്ളുഷാപ്പ് നടത്തുന്നതിന് ചാവക്കാട് താലൂക്ക് ദേശീയ ചെത്ത് തൊഴിലാളി യൂണിയൻ INTUC തയ്യാറല്ലെന്ന് യോഗം പറഞ്ഞു. തൊഴിലാളികളുടെ കൂലി പുതുക്കി നിശ്ചയിക്കണമെന്നും യോഗത്തിൽ ഷാപ്പ് ഉടമയോട് നേതാക്കൾ ആവശ്യപ്പെട്ടു. യോഗം ദേശീയ കള്ള് ചെത്ത് തൊഴിലാളി യൂണിയൻ INTUC സംസ്ഥാന സെക്രട്ടറി VR വിജയൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി AB സജീവൻ അധ്യക്ഷത വഹിച്ചു. PV രാമദാസ്, VB സുനിൽകുമാർ, CS സിദ്ധൻ, KC ശ്രീഹരി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തീരക്കടലിൽ അനധികൃത മീൻപിടുത്തം നടത്തിയ 2 ബോട്ടുകൾ പിടികൂടി. ദേശീയ പുരുഷ വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പിലെ മത്സരങ്ങൾ നിയന്ത്രിക്കാൻ കഴിയും. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.